ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അങ്ങനെ വാട്സപ്പിൽ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു ഫീച്ചർ വന്നിരിക്കുകയാണ്, യൂസർ നെയിം. നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പിലും ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് യൂസർ നെയിം, എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. യൂസർ നെയിം എന്നതുകൊണ്ട് വാട്സപ്പ് ഉദ്ദേശിക്കുന്നത് പ്രൈവസിയാണ്. ഇപ്പോൾ നമ്മളെ ആർക്കെങ്കിലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ നൽകണം. എങ്കിൽ മാത്രമാണ് വാട്സപ്പിലൂടെ അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. എന്നാൽ ഇനി മുതൽ ഇതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം മാത്രം നൽകിയാൽ മതി, അവർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ പോലെ വാട്സപ്പ് ചാറ്റ് ചെയ്യാം, കോൾ ചെയ്യാം, വീഡിയോ കോൾ ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. നമ്പർ നൽകേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ പേരിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇംഗ്ലീഷിൽ മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മലയാളത്തിലോ തമിഴിലോ ഹിന്ദിയിലോ മറ്റു ഇതര ലാംഗ്വേജുകളിലോ ഈ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. കാരണം വേൾഡിൽ എല്ലായിടത്തു നിന്നും സെർച്ച് ചെയ്ത് നമ്മുടെ പേര് കണ്ടെത്തണം എന്നതിന് വേണ്ടിയാണ് ഇംഗ്ലീഷിൽ മാത്രം ഈ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് വാട്സപ്പ് അനുമതി നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പേരിൽ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാൾ ഇതേ പേരിൽ യൂസർ നെയിം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ആ ഒരു സെയിം യൂസർ നെയിം ലഭിക്കുകയില്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ പേരിൽ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ പേരിൽ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു ലെറ്ററോ ഒരു നമ്പറോ ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇത്തരത്തിൽ നിങ്ങൾ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത് നിങ്ങൾ അത് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്ത് നിങ്ങളെ സെർച്ച് ചെയ്ത് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ പെട്ടെന്ന് സാധിക്കണമെന്നില്ല. അതിനു കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത യൂസർ നെയിം വാട്സപ്പ് അപ്രൂവ് ചെയ്യണം. അതിന് ചിലപ്പോൾ ടൈം എടുക്കും, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അപ്രൂവ് ആവുകയും ചെയ്യാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എങ്ങനെയാ അറിയുക എന്നുള്ളത്, വാട്സപ്പിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കും നിങ്ങളുടെ യൂസർ നെയിം അപ്രൂവ് ആയിട്ടുണ്ട് എന്ന്. അങ്ങനെ അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു യൂസർ നെയിം നിങ്ങൾ മറ്റൊരാൾക്ക് നൽകുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് വാട്സപ്പിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വാട്സപ്പ് യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് നമ്മുടെ ഫോണിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വാട്സപ്പിൻ്റെ ഐക്കണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ മുകളിലുള്ള ഈ 3 ഡോട്ട്സിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. തുടർന്ന് നമ്മൾ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ഇതുപോലെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അവിടെ നമുക്ക് യൂസർ നെയിം എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അവിടെ നമുക്ക് കാണാം ക്രിയേറ്റ് യൂസർ നെയിം എന്നുള്ളത്. അതിന് താഴെയായിട്ട് യൂസ് ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം, യൂസ് ഫേസ്ബുക്ക് യൂസർ നെയിം എന്നിങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാം. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ സെയിം യൂസർ നെയിം അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ യൂസർ നെയിം ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതല്ല, നമുക്ക് പുതിയൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റ് യൂസർ നെയിം എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യേണ്ട ഭാഗത്ത് ആദ്യം തന്നെ ഒരു @ സിമ്പിൾ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷമാണ് നമ്മളൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു റെഡ് കളറിൽ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു യൂസർ നെയിം അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അതിന് കൂടെ അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലും ഒരു പേര് കൂടെ അടിച്ച് നൽകി കഴിഞ്ഞാൽ ഇതുപോലെ ഗ്രീൻ കളർ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആ ഒരു പേര് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു യൂസർ നെയിം നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതിനുശേഷം താഴെയുള്ള സേവ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു യൂസർ നെയിം റിസർവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ കാണാവുന്നതാണ്. ഫസ്റ്റ് ടൈം ആയിട്ട് നിങ്ങൾക്ക് ഒരാളെ കണക്ട് ചെയ്യുന്നതിന് ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പറിന് പകരമായിട്ട് നിങ്ങളുടെ യൂസർ നെയിം നൽകാനായിട്ട് സാധിക്കും. നിങ്ങളുടെ യൂസർ നെയിം ഉപയോഗിക്കാനാകുമ്പോൾ നിങ്ങളെ ഞങ്ങൾ അറിയിക്കും എന്നുള്ളതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംശയം, ഈ ഒരു യൂസർ നെയിം നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളതായിരിക്കും. അതെ, നമുക്ക് പിന്നീട് നമ്മുടെ ഇഷ്ടാനുസരണം ഈ ഒരു യൂസർ നെയിം ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു യൂസർ നെയിം വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊരു തവണ നമുക്ക് ആവശ്യമില്ല എന്ന് കരുതി ഡിലീറ്റ് ചെയ്ത യൂസർ നെയിം പിന്നീട് മറ്റൊരാൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം പിന്നീട് നമുക്ക് തോന്നുകയാണ് നമ്മുടെ പഴയ യൂസർ നെയിം തന്നെ നമുക്ക് ആവശ്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ നമുക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. ശേഷം താഴെയുള്ള ഡൺ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കാം. യൂസർ നെയിം ഉടൻ വരുന്നതായിരിക്കും. യൂസ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കും എന്നുള്ളതാണ് അവിടെ കൊടുത്തുള്ളത്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് ചാറ്റിലോട്ട് തന്നെ വരാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു യൂസർ നെയിം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മറ്റൊരാളുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം.
അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം നേരത്തെ ഉപയോഗിച്ചിരുന്ന പോലെ തന്നെ നമ്മൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള കണക്ട് ചെയ്തിരുന്ന പോലെ തന്നെ സെർച്ച് ബാറിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആദ്യം @സിമ്പിൾ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഏതാണോ യൂസർ നെയിം എന്നുള്ള ആ ഒരു യൂസർ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു യൂസർ നെയിമിലുള്ള ആളെ നമുക്ക് അവിടെ കാണാവുന്നതാണ്. അതിൽ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വ്യക്തിയുമായി ചാറ്റ് ചെയ്യാനും മെസ്സേജ് അയക്കാനും കോൾ ചെയ്യാനും ഒക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നിലവിൽ വാട്സപ്പിൽ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ നിലവിൽ വന്നിട്ടുള്ളൂ. ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമുമായിട്ട് കോൾ ചെയ്യാനോ ചാറ്റ് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ നിലവിൽ വന്നിട്ടില്ല. അത് പിന്നീട് വരുന്നതായിരിക്കും, നമുക്ക് കാത്തിരിക്കാം. പെട്ടെന്ന് തന്നെ ഇവർ ഇതൊക്കെ എനേബിൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ നമുക്കൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് നമുക്ക് നമ്മുടെ സെയിം പേരിലുള്ള യൂസർ നെയിം കിട്ടിയില്ലെങ്കിലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. വാട്സപ്പിൽ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.